നമസ്തേ. നമസ്കാരം മനോജി, ഇന്നൊരു വലിയൊരു വെളിപ്പെടുത്തലുമായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം CJP നേതാവ് അഭിജിത്ത് ദീപ്കയിൽ നിന്ന് അപമാനം നേരിട്ടു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് എന്നാണ്. അദ്ദേഹം സബ് ഇൻസ്പെക്ടറാണ്. അഭിജിത്ത് ദീപ്കയുടെ വീട്ടിൽ അഭിജിത്ത് ദീപ്കയുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം വാർത്തകളിൽ നിറയുന്നത് അഭിജിത്ത് ദീപ്കെ അദ്ദേഹത്തോട് കയർക്കുന്നതും, നിങ്ങൾ ഡൽഹി പോലീസിനെ പോലെ പെരുമാറരുത്, എൻ്റെ വീട്ടിൽ ആര് വരണം ആര് വരണ്ട എന്ന് ഞാൻ തീരുമാനിക്കും, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷനൊക്കെ കാണിച്ച് അദ്ദേഹത്തെ ഇറക്കി വിടുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ധരിച്ചത് അഭിജിത്ത് ദീപ്കയുടെ അവിടെ വരുന്ന സന്ദർശകരെ ആരെയോ ഇദ്ദേഹം തടയുവാൻ ശ്രമിച്ചു, അതിനെതിരെ അഭിജിത്ത് ദീപ്കെ പ്രതികരിക്കുന്നു എന്നുള്ളൊരു പ്രതിച്ഛായയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ആ വീഡിയോ പുറത്തു വന്നത്. അതിനുശേഷം അഭിജിത്ത് ദീപ്കെ മാധ്യമങ്ങൾക്ക്, കുറച്ച് പേരുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാക്കുവാനായി, ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം തടയാൻ ശ്രമിച്ച് ഞാനത് സമ്മതിച്ചില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സുരക്ഷ ആവശ്യപ്പെട്ടത് അഭിജിത്ത് ദീപ്കെ തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് മുംബൈയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഛത്രപതി സംഭാജി നഗറിലുള്ള അഭിജിത്ത് ദീപ്കയുടെ വീട്ടിൽ വെച്ച് സുരക്ഷ മുംബൈ പോലീസ് ഒരുക്കിയിട്ടുണ്ട് അഭിജിത്ത് ദീപ്കയ്ക്ക്. അഭിജിത്ത് ദീപ്കെ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുള്ളത്, ആര് വന്നാലും കർശനമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം അകത്ത് കയറ്റി വിട്ടാൽ മതി എന്നുള്ളത്. അങ്ങനെ അക്ഷരം പ്രതി അവരത് പാലിച്ചിരുന്നു. അത് പാലിച്ച് കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനോടാണ് ഇറങ്ങി വന്ന് പെട്ടെന്ന് കയർത്ത്, അടിസ്ഥാനപരമായിട്ടൊരു പ്രദർശനപരതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് പാറ്റകളുടേതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഉദ്യോഗസ്ഥനെ ഒരു ബലിയാടാക്കി താൻ അനീതിക്കെതിരെ, സിസ്റ്റത്തിനെതിരെ ആഞ്ഞടിക്കുന്നു എന്നുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുവാനുള്ളൊരു ശ്രമമാണിത് എന്നുള്ള അഭിജിത്ത് ദീപ്കയുടെ ഏറ്റവും പുതിയ ശ്രമമാണിത് എന്ന് പറയേണ്ടി വരും. ആ ഉദ്യോഗസ്ഥൻ പറയുന്ന മറ്റു കാര്യങ്ങൾ, അവിടെ വരുന്നവർക്കെല്ലാം കർശനമായ പരിശോധനയ്ക്ക് ശേഷം ആരൊക്കെ അകത്തേക്ക് പോകുന്നുണ്ടോ തങ്ങൾ ആരെയും തടയാറില്ല, പരിശോധിക്കാറുണ്ട്. അത് അഭിജിത്ത് ദീപ്കെ തന്നെ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അകത്തേക്ക് പോകുന്നവർക്കെല്ലാം ചായയും മറ്റ് ആഹാരങ്ങളും സ്നാക്സും എല്ലാം കൊടുക്കുമ്പോഴും അവിടെ നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ചായയോ പച്ചവെള്ളമോ അഭിജിത്ത് ദീപ്കയുടെ വീട്ടുകാരോ കൊടുക്കാറില്ല. അത് അവരുടെ ഇഷ്ടം, ഉദ്യോഗസ്ഥന്മാർ അവരുടെ കാര്യം നോക്കിക്കോളൂ. എന്നിട്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പോലീസിന് നേരെ ഉന്നയിക്കുന്നത് ദുഷ്ലാക്കോടുകൂടിയാണ്. ആ ഉദ്യോഗസ്ഥൻ പറയുന്നത്, നരേന്ദ്രമോദി മുതൽ അണ്ണാ ഹസാരെ വരെയുള്ളവരെ അപമാനിക്കാൻ അഭിജിത്ത് ദീപ്കയ്ക്ക് ഒരു മടിയുമില്ല. അയാളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നത്. തന്നെയുമല്ല, അഭിജിത്ത് ദീപ്കെ പറഞ്ഞ മറ്റൊരു ആരോപണം മുംബൈ പോലീസിൻ്റെയോ മറ്റോ CIDകൾ ആ പ്രദേശത്തിന് ചുറ്റും നിൽക്കുന്നു എന്നുള്ളതാണ്. മുംബൈ പോലീസിൻ്റെ ആവാം, ദില്ലി പോലീസിൻ്റെ ആവാം, CIDകൾ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത അഭിജിത്ത് ദീപ്കയ്ക്കുണ്ട്. വെറുതെ പിന്നെ ഈ CIDകളിൽ നിന്ന് എടുത്ത് പറയുന്നത്, ഇവരെ വളരെ ബുദ്ധിപൂർവ്വമാണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. കാരണം ഒരു ആരോപണം വായുവിൽ ഉന്നയിച്ചിട്ട് ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്നുള്ള രീതിയിൽ അവരങ്ങ് പോകും. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തികൾ അത് തെളിയിക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ തെളിയിച്ചോളൂ എന്നുള്ള ഒരു മട്ടും ഭാവമാണ് അവർ കാണിക്കുന്നത്. ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിക്കുക. പോലീസിന് ഇയാളെ നിരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ CIDകളെ വിടേണ്ട കാര്യമൊന്നുമില്ല. രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പലപ്പോഴും ഇവരുടെ പിന്നിലുള്ള ഫണ്ടുകളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. വലിയ താമസമില്ലാതെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വന്നുകൊള്ളും. പക്ഷേ പോലീസിൻ്റെ കാര്യത്തിൽ ഇയാളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബലിയാടുകളാക്കി തൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് താനൊരു പ്രതികരിക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമാണ് എന്നുള്ള തരത്തിലുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കുവാൻ ബോധപൂർവം ശ്രമിക്കുന്നതാണ്. വളരെ ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പട്ടി ഷോ അല്ല. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ബുദ്ധിയുണ്ട്, ഒരു കുരുട്ട് ബുദ്ധി എന്ന് പറയുന്ന ഒരു ബുദ്ധിയുണ്ട്. കാരണം ഞാനിങ്ങനെ പ്രതികരിക്കുന്ന ഇതാണ്. അഭിജിത്ത് ദീപ്കെ പോലീസ് ഓഫീസർ ഇൻസിഡൻ്റ് എന്ന് നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പോൾ അൽഗോരിതം കൊണ്ടുവരുന്നത് അഭിജിത്ത് ദീപ്കെ കോൺഫറൻസ് ദ റൂട്ട് പോലീസ് ഓഫീസർ എന്നുള്ള, അതായത് പരുഷമായി പെരുമാറിയ പോലീസ് ഓഫീസറിനോട് അഭിജിത്ത് ദീപ്കെ കയർക്കുന്നു, അല്ലെങ്കിൽ അഭിജിത്ത് ദീപ്കെ നേരിടുന്നു എന്നുള്ള തരത്തിൽ ഒരു വീരപരിവേഷം നൽകുന്ന രീതിയിലുള്ള വീഡിയോകളാണ് നമ്മുടെ പുറത്തു വരുന്നത്. ആ ഉദ്യോഗസ്ഥൻ്റെ ഭാഗം പറയുന്ന വീഡിയോ 10 പേജ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടില്ല. സംശയമുണ്ടെങ്കിൽ PSI സുരേഷ് എന്ന അതുകൊണ്ടാണ് ഞാൻ ആദ്യം പേരെടുത്ത് പറഞ്ഞത്. പോലീസ് സബ് ഇൻസ്പെക്ടർ, അവിടെ PSI എന്നാണ് അവരെ അഡ്രസ്സ് ചെയ്യുന്നത്. പോലീസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് അഭിജിത്ത് ദീപ്കെ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഏത് തരത്തിലുള്ള സെർച്ചിൻ്റെ ഒരു കോമ്പിനേഷൻ വേണമെങ്കിലും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ, ലഭിക്കില്ല. ഇത്തരത്തിലുള്ള ചില കളികൾ കാരണം കൂടിയാണ് മെറ്റെ കേന്ദ്ര സർക്കാർ ബെഞ്ചിൽ കയറ്റി നിർത്തിയതും
പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ പാറ്റകൾ നിലവിളിച്ചുകൊണ്ട് നടക്കുന്നു, തങ്ങളുടെ വീഡിയോ ഒന്നും കാണുന്നില്ല. പിന്നെ രാജ്യവിരുദ്ധ പാർലമെന്റിനെ വേരോടെ പിഴുതെടുത്ത് ദൂരെ കളയുമെന്ന് പറയുന്ന വീഡിയോ ഒക്കെ അവിടെ വെച്ചിട്ട് ആളുകളെ കാണിക്കാനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. പാർലമെന്റിന് മാത്രമല്ലല്ലോ, എത്ര നരേന്ദ്രമോദി അസഭ്യം പറയുന്ന ഇന്ത്യൻ ആർമിക്കെതിരെ നരേന്ദ്രമോദിയുടെ മാതാവിനെതിരെ ഒക്കെ അസഭ്യം പറയുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ടി ജി മോഹൻദാസ് സാറിനെ അവരെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ അതിൽ കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഈ അഭിജിത്ത് ദീപ്കയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഈ പോലീസ് ഓഫീസറിനെ പാവത്തിനെ ബലിയാടാക്കുകയാണ് ചെയ്തത്. പക്ഷേ മുംബൈ പോലീസിൻ്റെ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളൊന്നും എടുക്കുവാൻ പോകുന്നില്ല. നിയമ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിജിത്ത് ദീപ്കയ്ക്ക് പോലീസിനെ സമീപിക്കാൻ വേണമെങ്കിൽ അതയാൾ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. അന്വേഷണം ഉണ്ടായാൽ ഈ കള്ളക്കളി പൊളിയുമെന്ന് മാത്രമല്ല, വ്യാജ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ മുംബൈ പോലീസ് കേസെടുക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് അവർ. ഒരുപക്ഷെ മുംബൈ പോലീസ് ഡൽഹി പോലീസിനെ പോലെ ഒരു മയവുമുള്ള ആളുകളല്ല. യു പി കഴിഞ്ഞാൽ വണ്ടി മറിയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു പോലീസ് അവിടെയാണ്. അതുകൊണ്ട് തന്നെ അഭിജിത്ത് ദീപ്കെ ഔദ്യോഗികമായിട്ട് ഒരു പരാതിയും ഉന്നയിക്കാൻ പോകുന്നില്ല. ഇവരൊക്കെയാണ് ജെൻസിയുടെ പ്രതിനിധികളെങ്കിൽ ജെൻസി ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇനി മറ്റൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോലീസുകാരുടെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെയും കാര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം വളരെ സന്തോഷം തരുന്നൊരു സംഭവമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഡോക്ടർ സയ്യദ് റിസ്വാൻ അഹമ്മദ് എന്നൊരു വ്യക്തി. അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണ്. അദ്ദേഹം അവകാശപ്പെടുന്നത് തന്നെ ജന്തർ മന്ദറിൽ അഭിജിത്ത് ദീപ്കെ എത്രത്തോളം ആളുകളെ കൂട്ടിയിരുന്നു. ആദ്യ ഇതിൽ പാർലമെൻറ്റിൻ്റെ അന്നത്തെ സമരാഭാസത്തിനല്ല, ആദ്യ ദിവസങ്ങളിൽ എത്ര പേരെ കൂട്ടിയിരുന്നു അത്രയും ആളുകളെ തന്നെ, ഏതാണ്ട് 200ഓളം പേര് അദ്ദേഹവും പഞ്ചാബിൽ നിന്നും യു പിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒക്കെയായി പാർലമെൻറ്റ് സ്ട്രീറ്റിൽ ഒരു യോഗം സംഘടിപ്പിച്ച് വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗം സംഘടിപ്പിച്ചത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, ജൂലൈ 20 പാർലമെൻറ്റിലേക്ക് കടന്നു കയറുവാൻ ഈ സമരാഭാസക്കാരെ അനുവദിക്കാത്ത ദില്ലി പോലീസിനെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ അംഗങ്ങളെയും അഭിനന്ദിക്കാനായിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഡോക്ടർ സയ്യദ് റിസ്വാൻ അഹമ്മദിനെ പോലുള്ളവർ രാജ്യത്തുള്ളിടത്തോളം കാലം എന്തായാലും ഈ അഭിജിത്ത് ദീപ്കയുടെ ഒന്നും ഈ പിത്തലാട്ടങ്ങളും നാടകങ്ങളൊന്നും ഒരുപാട് കാലം പോവില്ല. ഇത് ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അവിടെ അനീഷ, ഈ വിഷയത്തിലുള്ളൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോലീസുകാരൻ്റെ പക്ഷം പറയുവാനായിട്ട് അദ്ദേഹത്തെ മാധ്യമങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ പോലും പലപ്പോഴും മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള നിരവധി പരിമിതികളുണ്ട് അദ്ദേഹത്തിന്. കാരണം സർവീസ് റൂൾസൊക്കെ അനുസരിച്ച് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നതും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയോടുകൂടി മാത്രമേ പാടുള്ളൂ. തന്നെയുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഈ വിഷയത്തെ സംബന്ധിച്ച് മുംബൈ പോലീസ് നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇനി വാ തുറക്കാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദത്തോടു കൂടി തന്നെ, കാരണം ഒരുപാട് സർവീസുള്ള മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആ ബഹുമാനം മുംബൈ പോലീസിലുണ്ട്. അവരതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തോട് പറഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിച്ച് നടന്ന കാര്യം നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന് അദ്ദേഹത്തിന് അനുമതി ലഭിച്ചതും അതുകൊണ്ട് തന്നെയാണ്. മലയാള മാധ്യമങ്ങൾ ഈ വിഷയം സ്പർശിച്ചിട്ടേ ഇല്ല, സ്പർശിക്കുവാൻ പോകുന്നതുമില്ല. എഴുതി വെച്ചോളൂ. മലയാള മാധ്യമങ്ങൾ ഈ വിഷയം എടുക്കുകയാണെങ്കിൽ തന്നെ കണ്ടുകൊള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ളവർ അവരുടെ ഈ ചില പരിപാടികളിൽ അവരൊരു പുതിയ രീതി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഒരു വീഡിയോ കാണിക്കും, എന്നിട്ട് ആ വീഡിയോയുടെ ഒരു ചെറിയ വിശദീകരണം കൊടുത്തുകൊണ്ട് ഒരു പരിപാടി തുടങ്ങി, പിന്നെ ആ വീഡിയോ സ്പർശിക്കില്ല. അതുപോലെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് കാണാം അഭിജിത്ത് ദീപ്കെ പോലീസ് ഓഫീസറിനെ ഇറക്കി വിടുന്നത്. അത് പറയും, CJP നേതാവ് അഭിജിത്ത് ദീപ്കെ വീട്ടിൽ വന്ന സന്ദർശകരെ തടയുവാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന രംഗമാണ് പ്രേക്ഷകർ കണ്ടത്. എന്തെങ്കിലും ന്യൂസ് ഉടായിപ്പിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നടുത്ത് പോയി വീരപരിവേഷം നൽകുക എന്നുള്ളത് തന്നെയാണ്. ഹ്യൂമൻ അൽഗോരിതംസ് ആണ് ഇവരെല്ലാം. ഈ ഗൂഗിൾ എങ്ങനെയാണോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ഹ്യൂമൻ അൽഗോരിതംസ് ആണ്. പക്ഷേ ഗൂഗിളിനേക്കാളും വില കുറഞ്ഞ അൽഗോരിതങ്ങളാണ്. വിലയ്ക്ക് ഗൂഗിളിൻ്റെ അത്രയും ചിലവില്ല ഇതുങ്ങളെ വിലക്കെടുക്കാനായിട്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള വാർത്തകൾ തന്നെ മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് വേണമെങ്കിൽ ഈ ഒരു ചർച്ച എക്സ്ക്ലൂസീവ് ആണെന്ന് നമുക്ക് പറയാം മലയാളത്തിൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ഹിന്ദിയിലാണെങ്കിലും ഒരു
അഭിമുഖമോ അല്ലെങ്കിൽ ഈ വിഷയത്തിനെക്കുറിച്ച് അദ്ദേഹത്തെ തന്നെ ഒന്ന് സംസാരിപ്പിക്കുവാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് ചട്ടങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. തന്നെയുമല്ല, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിടത്തോളം വളരെ കർമ്മകുശലനും ഒരു സ്വന്തം സർവീസ് ചട്ടങ്ങളോ അല്ലെങ്കിൽ ഉദ്യോഗത്തെ വളരെയധികം വിലമതിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്ക് വിട്ട് അദ്ദേഹത്തിന് നമ്മളോട് സംസാരിക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ നമ്മളെങ്കിലും ഉണ്ടല്ലോ മലയാളത്തിൽ. ദേശീയ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വാർത്തയായിട്ടുണ്ട്, ഇത്തരത്തിലായിരുന്നു പ്രവർത്തികൾ നടന്നിരുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരുപാട് നുണക്കഥകളൊന്നും അവിടെ പ്രചരിക്കില്ല. പക്ഷെ കേരളത്തിൽ എന്ത് നുണ കിട്ടിയാലും ഒരു ഉപ്പ് പോലും ചേർക്കാതെ വിഴുങ്ങാനായിട്ട് മണ്ടന്മാരുണ്ടെന്നുള്ളൊരു ധാരണയിലാണ് ഇവർ പോകുന്നത്. പക്ഷെ അതും മാറി മാറി വരികയാണ്. കാരണം പ്രേക്ഷകർക്ക് മുൻപൊക്കെ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് എന്ന് പറയുന്നത് ചില പ്രത്യേക ചാനലുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും വാർത്തകൾ ലഭിക്കുവാനുള്ള, എവിടുന്ന് ലഭിക്കുവാനുള്ള വാർത്തകളുമുണ്ട്. ഓരോരുത്തരും പത്രപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുമാണ്. ഫോൺ കയ്യിലുള്ള ആരും ഒരു മാധ്യമ പ്രവർത്തകരാണ്. ഇന്ന് ആ കാലം മാറുകയാണ്. വലിയ വലിയ മാറ്റങ്ങൾ ഈ രംഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതുവരെ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരോട്, രാജ്യസ്നേഹികളായിട്ടുള്ള സ്വന്തം ഉദ്യോഗത്തോടും ജനങ്ങളോടും കൂറുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ചുമതല നമ്മളെപ്പോലെ ചിലർക്കാണ്. അത്രയേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള നുണക്കഥകളെല്ലാം പൊളിച്ചടുക്കി തത്തുമൈ ന്യൂസ് കൂടുതൽ വാർത്തകളുമായിട്ട്, ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെ പൊളിച്ചടുക്കിക്കൊണ്ട് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് തത്തുമൈ എന്നും ഉണ്ടാവും. അപ്പം ഈ വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളും ഇതുപോലുള്ള മറ്റ് പല വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമന്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി അതെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കൂടുതലും ചെയ്യാറുണ്ട്. എക്സ്ക്ലൂസീവ് വാർത്ത തന്നെയാണ് ശരിക്കും ഇത്. അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വാർത്തയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.